ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 16. ഇക്കാര്യത്തിൽ ഞാൻ ആ കുട്ടിയുടെ സൈഡാ. അവൾ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ്? കൊച്ചാണെങ്കിലും അവൾക്കുള്ള അത്രയും വിവരം പോലും നിനക്കില്ലാതായിപ്പോയല്ലോ ഭദ്ര. മഹാദേവൻ്റെ ക്ഷേത്രത്തിന് മുൻപിലുള്ള ആൽത്തറയിൽ നെടുനീളത്തിൽ കിടക്കുന്നവനോട് അവയൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഭിറാം അവൻ്റെ ബാല്യകാല സുഹൃത്തും നന്ദനയുടെ ചേട്ടനുമാണ്. എടാ, നീ എൻ്റെ കൈവാക്കിൽ നിന്ന് ഒരിത്തിരി നീങ്ങി നിൽക്ക്, അല്ലെങ്കിൽ നിനക്കിട്ട് നല്ലത് കിട്ടുവേ. കണ്ണിന് മുകളിൽ മടക്കി വെച്ചിരിക്കുന്ന വലത്തെ കൈയൊന്ന് ഇത്തിരി നീക്കിയിട്ട് അഭിക്ക് നേരെ നോക്കിയവൻ പല്ലു കടിച്ചു. ഇതാ ഇപ്പം നന്നായത്. എനിക്ക് കള്ളം പറയാൻ അറിയാത്തത് ഇത്രയും വലിയൊരു കുറ്റാണോ? നിഷ്കു കളിക്കുന്നവൻ ഭദ്രനിൽ നിന്ന് ഇത്തിരി അകന്നിട്ട് നീങ്ങിയിരുന്നു. വെറുതെ ഭദ്രൻ്റെ കൈക്ക് പണിയുണ്ടാക്കുന്നത് എന്തിനാണെന്ന ആലോചന കൊണ്ട് മാത്രം. മറുപടിയൊന്നും പറയാത്തവനെ അഭി ചാഞ്ഞും ചെരിഞ്ഞും കിടന്നുമൊക്കെ ശ്രദ്ധിച്ചു നോക്കി. എവിടെ, ആളുറങ്ങിയിട്ടില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. എടാ ഭദ്ര, നീ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. മര്യാദയ്ക്ക് എണീറ്റ് വീട്ടിൽ പോകാൻ നോക്കടാ. കൂട്ടുകാരനാണെന്നൊന്നും ഞാൻ നോക്കില്ല, നല്ലത് ഞാൻ വെച്ച് തരും. അത് പറയുമ്പോൾ ഭദ്രനോടുള്ള കരുതലും സ്നേഹവും അവൻ്റെ വാക്കുകളിൽ ആവോളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഭദ്രൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് അഭിയെ ഒന്ന് നോക്കി. ഞാൻ അമ്മയെ ഒട്ടും സ്നേഹിച്ചിട്ടില്ലെന്ന്, പരിഗണിച്ചിട്ടില്ലെന്ന്, അമ്മ ഒറ്റയ്ക്കായിരുന്നു എന്ന്. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഭദ്രനെ ഒട്ടൊരു വിഷമത്തോടെ നോക്കിയവൻ. ഭദ്ര, അഭി സ്നേഹത്തോടെ വിളിച്ചു. കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് മൂളി. നന്ദന എനിക്കാരായിരുന്നെന്ന് നിന്നെക്കാട്ടിൽ നന്നായിട്ട് വേറെ ആർക്കും അറിയില്ലല്ലോടാ. 10-23 വർഷം എൻ്റെ വാളായിട്ട് കളിച്ച് നടന്നവളാ. അമ്മ പെറ്റിട്ട അന്ന് മുതൽ ഞാനായിരുന്നു അവൾക്ക് അമ്മയും ചേട്ടനും എല്ലാം. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തി വലുതാക്കിയതാടാ ഞാൻ എൻ്റെ നന്ദുവിനെ. എൻ്റെ മോളല്ലായിരുന്നോടാ അവൾ. പെങ്ങളൂട്ടിയാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. നിൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചപ്പോൾ ഞാനല്ലേടാ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. പ്രണയമാണ് അവൾക്ക് നിന്നോടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ചേർത്ത് വെച്ചവനാ ഞാൻ. അഭി കണ്ണിലൂറിയ കണ്ണുനീരിനെ പെരുവിരലിനാൽ തുടച്ചു നീക്കി. അവൾക്ക് അത്രയും ആയുസ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. അവൾ പോയപ്പോൾ ഞാനും നിൻ്റെ ഇതേ അവസ്ഥയിൽ തന്നെ അല്ലായിരുന്നോടാ. എന്നിട്ടിപ്പോഴും ഞാൻ ജീവിക്കുന്നില്ലേ? പറയടാ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ സ്വയം വേദനിച്ച് നീറി പറയാൻ വന്നത് അവൻ പകുതിയിൽ നിർത്തി. ഭദ്രൻ്റെ മുഖത്ത് അപ്പോഴും നിർവികാരത മാത്രമായിരുന്നു. ഭദ്ര, കാലമാണ് മുറിവുകൾക്കുള്ള മരുന്ന്. ആ കുട്ടി പറഞ്ഞതുപോലെ മൺമറഞ്ഞു പോയ എൻ്റെ നന്ദുവിനെ ഓർത്ത് നീ ജീവിതം നശിപ്പിക്കുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പെറ്റമ്മയ്ക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കുമെന്ന് നീ ഊഹിക്കുന്നുണ്ടോ? ഒരു തരത്തിൽ പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ലക്ഷ്മിയമ്മയെ നീ മറന്നു. നിൻ്റെ ജീവൻ്റെ ജീവനായ കൊട്ടിനെ നീ മറന്നു. എന്തിനാണ് കൂടുതൽ പറയുന്നത്? നിന്നെ തന്നെ മറന്നു അല്ലേ? കൂട്ടുകാരൻ്റെ ചോദ്യം അവൻ്റെ നെഞ്ചിലാണ് തറച്ചു കയറിയത്. അവനൊന്ന് ദയനീയമായി അഭിയെ നോക്കി. എന്നിട്ട് എന്ത് നേടി ഭദ്ര നീ? കുറച്ച് ദേഷ്യവും വാശിയോ മൗനവും കൊണ്ട് നീ എന്താണ് സമ്പാദിച്ചത്? ഞാൻ ഒന്നു പറയാം ഭദ്ര. അമ്മയുടെ കണ്ണുനീരിന് അതിന് നീ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. അമ്മയില്ലാത്ത ഒരുവൻ്റെ ദുഃഖം അത് നിനക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അമ്മയില്ലാതാവുമ്പോഴേ മനസ്സിലാവും. അത്രയും പറഞ്ഞിട്ട് അഭി അവനെ ദീനമായി നോക്കി. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ അവൻ അഭിയെ ഒട്ടൊരു ഞെട്ടലോടുകൂടെ നോക്കിക്കണ്ടു. അവിടെ അവൻ കണ്ടു അമ്മയില്ലാത്ത ഒരു മകൻ്റെ വേദന. ഞാൻ പറഞ്ഞത് സത്യ ഭദ്ര. അമ്മയില്ലാത്ത നിൻ്റെ വീട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ. അഭിയുടെ വാക്കുകൾ നെഞ്ചിൽ വലിയ വലിയ മുറിവുകൾ തീർക്കുന്നുണ്ടെങ്കിലും നന്ദന എന്ന ലോകത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് അവൻ്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. തീക്കുടുക്കയിൽ എരിയുന്നത് പോലെ അവൻ പൊള്ളിപ്പിടഞ്ഞു. ഒരു വശത്ത് അമ്മയുടെ സങ്കടങ്ങൾ, മറുവശത്ത് നന്ദനയോടൊപ്പമുള്ള തൻ്റെ മധുരമായ ഓർമ്മകൾ. ഭദ്ര, അഭി അവൻ്റെ ചുമലിലൊന്ന് പതിയെ തട്ടി വിളിച്ചു. എല്ലാം മറക്കണമെന്ന് ഞാൻ പറയുന്നില്ലടാ.
നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളൊരു നോവായി നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടാവും. അത്ര മാത്രമേ പാടുള്ളൂ. നിനക്കിനിയൊരു ജീവിതമുണ്ട്. അതിനെക്കുറിച്ച് ഇനിയെങ്കിലും ആലോചിച്ചില്ലെങ്കിലേ. അഭി ബാക്കി പറഞ്ഞില്ല. പറയാൻ അവന് തോന്നിയില്ല എന്നതാണ് സത്യം. എരിയുന്ന ഭദ്രൻ്റെ കണ്ണുകൾ ഒരു താക്കീത് പോലെ അവനെ ചുട്ടരിക്കുന്നുണ്ടായിരുന്നു. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഒട്ടൊരു പുച്ഛത്തോടെ അവനെ ഉറ്റുനോക്കിയിട്ട് അഭി മുഖം വെട്ടിച്ചിരുന്നു. പൊടുന്നനെ അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അഭി അടക്കാനാവാത്ത സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ചെവിയോട് ചേർത്ത് വെച്ച് ആരോടോ കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ മാത്രം അത്രയും നേരം ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറി ഒരു നിമിഷത്തേക്ക് ഭദ്രൻ്റെ ചൊടികളിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. അച്ചൂട്ടാ എന്നവൻ വിളിക്കുന്നതും ഉമ്മകൾ കൊണ്ട് മൂടുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അപ്പുറത്ത് അശ്വിൻ എന്ന അവൻ്റെ 3 വയസ്സുകാരൻ അച്ചൂട്ടനായിരിക്കുമെന്ന്. അഭിയുടെ ഭാര്യ അനു ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു തൻ്റെയും നന്ദനയുടെയും വിവാഹമെന്ന് അവനപ്പോൾ മനസ്സിലോർത്തുപോയി. ആ ഓർമ്മയിൽ തന്നെ ഭദ്രൻ്റെ ഉള്ളൊന്ന് പിടച്ചു. കാരണം ഏട്ടൻ്റെ കുഞ്ഞിനെ ആദ്യം കയ്യിൽ വാങ്ങാൻ ആഗ്രഹിച്ചത് അഭിയുടെ നന്ദുവായിരുന്നു. ഏട്ടന് മോനുണ്ടായാൽ നമുക്കുണ്ടാകുന്ന മകളെ കൊണ്ട് കെട്ടിക്കണേ എന്ന് പറയുന്ന നന്ദനെ അവൻ കണ്ണീരോടെ ഓർത്തു. ചിന്തകൾ കാട് കടക്കുമെന്ന് തോന്നിയതും അവനൊന്ന് തല കുടഞ്ഞിട്ട് വീണ്ടും ആ അച്ഛൻ്റെയും മകൻ്റെയും സംസാരത്തിന് കാതോർത്തു. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ആള് ഫോൺ കട്ട് ചെയ്തിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ആൾത്തറയിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി. എടാ, അനു വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്ന്. ആ പിന്നെ നിന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നാളെ അച്ചൂട്ടൻ്റെ പിറന്നാളാണ്. മര്യാദയ്ക്ക് അമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കണം. വന്നില്ലെങ്കിൽ അറിയാമല്ലോ മാമൻ്റെ കുഞ്ഞാവയുടെ കാര്യം. മുണ്ടൊന്ന് അഴിച്ചു കുട്ടിയിട്ട് അഭിയൊന്ന് ചിരിച്ചു. എൻ്റെ അച്ചുമോൻ്റെ കാര്യമായതുകൊണ്ട് നീ പറയണ്ട, ഞാൻ വന്നോളാം. ഭദ്രനും അപ്പോഴേക്കും മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് താഴേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ ശരിയടാ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നോട് പറയുന്നതൊക്കെ വെറുതെയാണെന്നറിയാം, എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് പറഞ്ഞു പോകുന്നതാ. അഭി അവനെ നോക്കി ഒരു വട്ടം കൂടി ഉപദേശിച്ചിട്ട് വണ്ടിയെടുത്ത് മുന്നോട്ടേക്ക് പോയി. ഭദ്രൻ അവൻ പോയ വഴിയിലേക്ക് നോക്കി പിന്നെയും കുറച്ചു നേരം കൂടെ നിന്നു. പിന്നീട് ബുള്ളറ്റും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ലക്ഷ്മിയമ്മേ. പാർവതി മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും അവർ കട്ടിലിൽ ഒരു വശം ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ കാരണമല്ലേ ഇന്നീ വഴക്കുണ്ടായത്? അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കായി ചോദിച്ചു. അതിനെൻ്റെ പാറു എന്ത് ചെയ്തിട്ടാ? അതൊന്നുമല്ല, കുറേ നാളായിട്ട് മനസ്സിലിട്ട് നീറ്റിയ കാര്യങ്ങളാണ് ഇന്നറിയാതെയാണേലും പുറത്തേക്ക് വന്നത്. അവർ ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് അവളെ പിടിച്ച് അരികിലേക്കിരുത്തി. എൻ്റെ മോളിത് കേട്ട് ഇങ്ങോട്ടേക്കുള്ള വരവൊന്നും നിർത്തിയേക്കല്ലേ. എനിക്കിപ്പോൾ ആകപ്പാടെയുള്ളൊരാശ്വാസം നീയും വിമലയൊക്കെയാണ്. ഇനി അതും കൂടി ഇല്ലാതായ ഞാൻ ചിലപ്പോൾ ഇല്ലാതായി പോയെന്ന് വരും. അവരവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് തഴുകി. അയ്യേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മൂസേ, ഞാൻ എന്നീ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. പറയുന്നവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെന്നേ. പതിവ് പോലെ കുഞ്ഞു കുട്ടികളെ പോലെ ചിരിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. അതെ, നാളെ നന്ദനയുടെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാ. മോള് വരുന്നോ എൻ്റെ കൂടെ? അയ്യോ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വന്നാൽ മതിയോ അമ്മേ? അവൾ ഒട്ടൊരു വല്ലായ്മയോടെ ചോദിച്ചു. വിമലയോട് ഞാൻ ചോദിച്ചോളാം എൻ്റെ സുന്ദരി പാറുവേ, അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലക്ഷ്മി അവളുടെ നുണക്കുഴി കവളിലൊന്ന് പിടിച്ചുകൊണ്ട് വലിച്ചു വിട്ടു. അടുക്കളയിലേക്ക് വെള്ളമെടുക്കാനായി പോയ ഭദ്രൻ അത് വ്യക്തമായി കേൾക്കുകയും ചെയ്തു. ഇവളെ എന്തിനാണ് അമ്മ അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത്? ഒരിടത്തും ഈ പെണ്ണ് മനുഷ്യന് സ്വസ്ഥത തരില്ല. അവൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ അണപ്പല്ല് ഞെരിച്ചു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം. പതിവ് പോലെ തന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടിട്ട് പോവുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി പോവുക. അപ്പോൾ ബൈ ബൈ.